പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആദ്യമേ പറയട്ടെ, പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമ്മെ സന്തോഷത്തിലാക്കി തരട്ടെ പടച്ച റബ്ബ്. ആമീൻ. ഹൃദയാഘാതം മൂലം ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. മക്കയിലെ വ്യാപാരിയും ആലുവ സ്വദേശിയുമായ സൈഫുദ്ദീൻ നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര പേരാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്? അതും പ്രവാസികൾ. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ മനപ്രയാസവും ടെൻഷനും ഭാരിച്ച മറ്റു ചില കാര്യങ്ങളും അവരാരോടും പറയാതെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുക. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ആരോടും പറയാതെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടേ നടക്കും. അങ്ങനെ പാനിക്കായിട്ടാണ് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ വരുന്നത്. പടച്ചവൻ വിളിച്ചാൽ എന്നായാലും പോകണം. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന രോഗത്തിന് നമ്മൾ തന്നെ ചികിത്സ തേടണം. ഇതുപോലുള്ള ടെൻഷനുകളും പ്രശ്നങ്ങളും നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അടുത്തറിയുന്നവർക്ക് ഇത് നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റും. അവരെ സമാധാനിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇതിനാകെയുള്ളൊരു മാർഗം അത് തന്നെയാണ്. ഇവിടെ അടുത്തായി ഷാർജ റോളയിൽ വെച്ച് ഒരു യുവാവ് ഇതുപോലെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് പാചകമായിരുന്ന ജോലി. അങ്ങനെ ഏതോ ഒരു ഷോപ്പിൽ ഡെലിവറി കഴിഞ്ഞ് അയാളിങ്ങനെ നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. നടന്നു വരുന്നത് വരെ അയാൾക്കൊരു കുഴപ്പവുമില്ല. പെട്ടെന്ന് അയാൾ തല പിടിക്കുന്നതും കണ്ട് ഒഴിഞ്ഞു വീഴുന്നതും കണ്ടു. ഇത്രയേ ഉള്ളൂ മരണത്തിന് കാരണം. അതുകൊണ്ട് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. മരണം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ പറയുമ്പോൾ ഇരുപ്പിന് ഇതുപോലെ മരിച്ചു പോവുകയാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു മരണമുണ്ടായിരുന്നു. നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, വ്യായാമം ചെയ്യുന്ന, ആരോഗ്യം നോക്കുന്ന ഒരു നല്ലൊരു യുവാവ് രാത്രി കിടന്നുറങ്ങിയത്. രാവിലെ വിളിച്ചിട്ട് എണീറ്റില്ല. അതുവരെ അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല. വേറൊരു മരണം ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത് വരെ അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല. പെട്ടെന്ന് അയാളും അങ്ങനെ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പറയുന്നത്, മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കൂടെ എപ്പോഴും സത്യസന്ധമായി ഉള്ളത് മരണം മാത്രമാണ്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയവും കിട്ടില്ല. നാളെ കെട്ടിപൂട്ടി വെച്ചതൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. പെട്ടെന്നുണ്ടാകുന്ന പിടുങ്ങനെയുള്ള മരണം നമ്മളെയെല്ലാം പാപ്പരാക്കി മാറ്റുകയാണ്. അവസാനം ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല, ശൂന്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നമുക്ക് നാളെ ഖബറിലേക്ക് എത്തില്ല. നമ്മൾ ഇന്ന് ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവൂ. പടച്ചവൻ അങ്ങനെ ഒരു മനസ്സ് നൽകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ്. ഇദ്ദേഹത്തിന്റെ ജോലി മക്കയിലെ ഹറമിനടുത്ത് ആലമിയ റെസ്റ്റോറന്റ് ഗ്രൂപ്പ് വ്യാപാരിയും ആലുവ സ്വദേശിയുമായ സൈഫുദ്ദീന്റെ നാട് വ്യാഴാപ്പള്ളിയാണ്. നാട്ടിൽ വെച്ചാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒരാഴ്ച മുമ്പ് കുടുംബസമേതം നാട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ നാട്ടിൽ വെച്ചായിരുന്നു ഹൃദയാഘാതം മൂലം ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഇതുപോലുള്ള മരണത്തിൽ നിന്നും പടച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ. പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള യാദൃശികമായ മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ പടച്ച റബ്ബ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. മരണപ്പെട്ടവർക്ക് നമ്മൾ ദുആ ചെയ്യാം. പടച്ച റബ്ബ് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അർശിന്റെ തണൽ നീ നൽകണേ റബ്ബേ.
ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും സൗഖ്യവും നീ നൽകണേ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ പാവിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, വീടില്ലാത്തവർക്ക് വീടും ജോലി ഇല്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. നമ്മുടെ കൂട്ടത്തിൽ ജോലിയും വീടും ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ ഞങ്ങളെപ്പോലെ. അവർക്കൊക്കെ ജോലിയും വീടും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കണ റബ്ബേ. അർഹമുറായുമായ റബ്ബേ, ഈ മയ്യത്തിന് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ ആ വെളിച്ചം കൊണ്ട് നിറക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. അർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടണേ റബ്ബേ. പടച്ച റബ്ബേ, കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും ബർക്കത്തും നീ കൊടുക്കണേ റബ്ബേ. ഒരുപാട് കടബാധ്യതകൾ കൊണ്ട് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. അവരുടെ കടബാധ്യത ഒക്കെ നീങ്ങി അവർ സന്തോഷപൂർവ്വം നാട്ടിലേക്ക് വരാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ. റബ്ബേ, പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള കുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നീ തരണ റബ്ബേ. എല്ലാവരും ദുആ ചെയ്യാം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.